ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു IRFC44N എന്ന് പറയുന്ന ഒരു N ചാനൽ പവർ മോസ്ഫെറ്റ് ഉപയോഗിച്ച് ഒരു 0 to 38 വോൾട്ട് 10 ആംപിയർ എന്ന് പറയുന്നുവെങ്കിൽ ഒരു 49 ആംപിയർ വരെ ഇതിൽ നിന്ന് വലിക്കാൻ പറ്റും. അതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെ ഒരു വേരിയബിൾ പവർ സപ്ലൈ ആണ്. ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് ഉപയോഗിച്ച് നമുക്കൊരു ബെഞ്ച് പവർ സപ്ലൈ അല്ലെങ്കിൽ ഒരു ലാബ് പവർ സപ്ലൈ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രൂഫാണ്. നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു പ്രൂഫാണ് ഈ സർക്യൂട്ട് നല്ലതാണോ അല്ലയോ എന്ന്. ഇനി ഞാൻ മോസ്ഫെറ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഡ്രെയിൻ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് 49 ആംപിയർ അതിൽ നിന്ന് ഒരേ സമയം നമുക്ക് വലിക്കാൻ പറ്റും. അപ്പം നല്ലൊരു ഹീറ്റ് സിങ്ക് കൊടുത്താൽ മാത്രം മതി. ഇനി വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ 55 വോൾട്ട് വരെ ഇതിന് താങ്ങാൻ പറ്റും. ഈ മോസ്ഫെറ്റ് ഒരു ചില്ലറക്കാരനല്ല എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. തിയറട്ടിക്കലി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെക്നിക്കലി മാക്സിമം റേറ്റിംഗ് പറയുകയാണെങ്കിൽ 0 to 55 വോൾട്ട് 49 ആംപിയർ റേറ്റിംഗ് ഉള്ള ഒരു പവർ സപ്ലൈ, വേരിയബിൾ പവർ സപ്ലൈ ഉണ്ടാക്കാൻ ഈ കുഞ്ഞ് പവർ മോസ്ഫെറ്റ് മതിയാവും. ഇത് അസംബിൾ ചെയ്യാൻ ആകെ 4 കോമ്പോണൻ്റ് മതിയാവും കേട്ടോ. ഒരു പവർ മോസ്ഫെറ്റ്, പിന്നെ ഒരു ലീനിയർ കൺട്രോൾ, പിന്നെ 2 റെസിസ്റ്റർ. ഇത്രയേ ഉള്ളൂ. മാത്രമല്ല സർക്യൂട്ട്, കംപ്ലീറ്റ് സർക്യൂട്ട് ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്, എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് ഈ ഒരു 55 വോൾട്ട് 49 ആംപിയർ ഒക്കെ റേറ്റിംഗ് ഈ പവർ മോസ്ഫെറ്റിനുണ്ട്. പക്ഷേ ഇത് ഉപയോഗിച്ച് നമുക്കൊരു വേരിയബിൾ പവർ സപ്ലൈ ഉണ്ടാക്കിയാൽ അത് വർത്താണോ അല്ലയോ, അല്ലെങ്കിൽ അത് റിലയബിൾ ആണോ, റിലയബിൾ എന്ന് പറഞ്ഞാൽ വർത്താണോ അല്ലയോ എന്നുള്ളത്, കൊള്ളാമോ ഇല്ലയോ, ബെഞ്ച് പവർ സപ്ലൈ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രൂഫാണ്. കാരണം കൊള്ളാമെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കും ഇങ്ങനത്തെ ഏതെങ്കിലും സർക്യൂട്ട് കണ്ടാൽ ഇത് ഉപയോഗിക്കാൻ കൊള്ളില്ല, ഇതൊരു പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യാൻ കൊള്ളില്ല എന്നുള്ള ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോ കണ്ട് കഴിയുമ്പം. നമ്മൾ ഈ വീഡിയോയിൽ ഇതിനെ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു 5 ആംപിയർ കറണ്ട് വെച്ചിട്ടാണ്. മാത്രമല്ല ഒരു 12 വോൾട്ട് പവർ സപ്ലൈയിലാണ് നമ്മൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം നടത്തുന്നത്. 55 വോൾട്ടോ 38 വോൾട്ടോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല, ഓൺലി 12 വോൾട്ട്. കാരണം നമ്മളത് ടെസ്റ്റ് ചെയ്യണതാണ്, ഇത് എങ്ങനെയാണ് ഇത് ഹൈ ആംപിയർ റേറ്റിങ്ങിൽ ഇത് ലോഡിന് കൊടുക്കുമ്പോൾ എങ്ങനെ ഇത് റെസ്പോണ്ട് ചെയ്യുമെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഈ സർക്യൂട്ട് അസംബിൾ ചെയ്യാൻ വെറും 10 മിനിറ്റേ എടുക്കുകയുള്ളൂ. കാരണം ആകെ 4 കോമ്പോണൻസ് അല്ലേ ഉള്ളൂ. അതിന് ഡയറക്റ്റായിട്ട് ലീഡ്സിൽ തന്നെ നമുക്ക് അസംബിൾ ചെയ്യാം. കാരണം വെച്ചാൽ ഇത് ടെസ്റ്റിങ്ങിനാണല്ലോ. ഇത് അസംബ്ലിങ് കഴിഞ്ഞു, നമുക്കിനി ടെസ്റ്റിംഗ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമർ പവർ സപ്ലൈ ആണ്. 5 ആംപിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമർ പവർ സപ്ലൈ. അതുകൊണ്ട് തന്നെ ഓപ്പൺ ടെർമിനൽ വോൾട്ടേജ് 16 വോൾട്ടേജിന് മുകളിലുണ്ടാവും. മാത്രമല്ല ഈ പവർ മോസ്ഫെറ്റിന് മാക്സിമം 55 വോൾട്ടും 10 ആംപിയർ വരെ 49 ആംപിയർ വരെ താങ്ങാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ചെറിയൊരു ഹീറ്റ് സിങ്കാണ് കൊടുത്തേക്കണം. കാരണം 5 ആംപിയർ ആണല്ലോ മാക്സിമം. ഇത് 5 ആംപിയറിൻ്റെ റേറ്റിംഗുള്ള ടെസ്റ്റിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. 2 ആംപിയർ റേറ്റിംഗിലുള്ള ലോഡ് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ചെറിയ ഹീറ്റ് സിങ്കാണ് കണക്ട് ചെയ്തേക്കണം. ഇനി നിങ്ങൾക്ക് ഹൈ ആംപിയർ റേറ്റിംഗ് ഉണ്ടെങ്കിൽ വലിയ ഹീറ്റ് സിങ്ക് കൊടുക്കണം. നന്നായിട്ട് ചുട്ട് പഴുക്കുന്ന ഒരു മോസ്ഫെറ്റാണിത്. പിന്നെ മിനിമം വോൾട്ടേജ് ഇതിൽ നിന്ന് കിട്ടുന്നത് നിയർലി 0 ആണ്. നമുക്ക് പതുക്കെ പൊട്ടൻഷ്യോമീറ്റർ തിരിച്ച് ലീനിയർ കൺട്രോളുള്ള പൊട്ടൻഷ്യോമീറ്ററാണ്, അത് തിരിച്ച് നമുക്ക് എത്ര വോൾട്ടേജ് വരെ കിട്ടുമെന്ന് നോക്കാം. നമ്മൾ കൊടുത്ത ഇൻപുട്ട് കൊടുത്തേക്കണം 16.9 വോൾട്ടേജാണ് ഇൻപുട്ട് കൊടുത്തേക്കണം. നമുക്ക് മാക്സിമം വോൾട്ടേജ് എത്ര വരെ നമുക്ക് കൊടുക്കാം, വേരി ചെയ്തെടുക്കാൻ പറ്റുമെന്നും കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാം. എനിക്ക് കാരണം 16 വരെ കിട്ടില്ല, അതെനിക്കറിയാം. കാരണം അതാണ്ട് 15.17 വോൾട്ടേജ് വരെ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഡ്രോപ്പ് ആയിട്ട് പോകും. കാരണം 16.9 വോൾട്ടേജ് നമ്മൾ ഇൻപുട്ട് കൊടുത്തപ്പം നമുക്ക് 15.5 സംതിങ് വോൾട്ടേജ് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് 12 വോൾട്ടിൽ ഫിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് എന്താ ടെസ്റ്റിങ്ങിന് ചെയ്യാൻ, നമുക്ക് ലോഡ് ടെസ്റ്റിംഗ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ 12 വോൾട്ടിൻ്റെ ഒരു LED ബൾബാണ് യൂസ് ചെയ്യുന്നത്. ഇത് കമ്പനി വെച്ചാൽ പ്രഭ എന്ന് പറഞ്ഞ കമ്പനിയാണ്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 12 വോൾട്ടിൻ്റെ 9 വാട്ടിൻ്റെ ഒരു LED ബൾബാണ്. കമ്പാരിറ്റീവ്ലി നല്ല ബ്രൈറ്റ്നസ് ആണ് ഈ ലൈറ്റിന്. മാത്രമല്ല നിങ്ങൾക്ക് കാണാം സ്റ്റുഡിയോയുടെ ലൈറ്റിൻ്റെ ഇടയിൽ കൂടെയാണ് ഇത്രയും ബ്രൈറ്റ് ഈ പ്രഭ എന്ന് പറയുന്ന LED ബൾബ് നമുക്ക് തരുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര മാത്രം എഫക്റ്റീവാണ് ഇതെന്ന്. കാരണം ഇത് 12 വോൾട്ടിൻ്റെ LED ബൾബാണ്. വേറെ റെസിസ്റ്റർ ഇട്ടാണ് എല്ലാ LED-ക്കും ഡ്രോപ്പായിട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ പറ്റും. മറ്റേ നമ്മുടെ 230 വോൾട്ടിലാണെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. 12 വോൾട്ടിൽ ഇതിലാണെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ബ്രൈറ്റ്നസ് LED ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ സർക്യൂട്ടൊക്കെ മതി കേട്ടോ. അതിന് വേറെ വലിയ സർക്യൂട്ടൊന്നും വേണ്ട. ലീനിയർ ആയിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ LED-യുടെ ഒരു ബ്രൈറ്റ്നസ് കൺട്രോളിങ്ങിന് വേണ്ടി ഇതിനെ യൂസ് ചെയ്യാം. പക്ഷേ പെർഫെക്റ്റ് ആണോ ഈ സർക്യൂട്ടൊന്നും ഞാൻ പറഞ്ഞുതരാം. കാരണം ലോഡ് ടെസ്റ്റിംഗ് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. അടുത്തത് നമ്മളൊരു മോട്ടോറാണ് കൊടുക്കുന്നത്. 12 വോൾട്ടിൻ്റെ മോട്ടറാണ്. 1.8 ആംപിയർ ഇതിന് വലിക്കാൻ പറ്റും. ഇതിൻ്റെ റിയൽ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം.
ഇതാണ് ആ സർക്യൂട്ട് ഡയഗ്രാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ട് ഡയഗ്രാമാണ്. നിങ്ങൾ ഈ സർക്യൂട്ട് ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും. ഔട്ട്പുട്ടിൽ ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ട് അസംബിൾ ചെയ്തതിന് ശേഷം ഔട്ട്പുട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ ഈ മോസ്ഫെറ്റ് അടിച്ചു പോകും, ഒരു സംശയവും വേണ്ട. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ പൊളാരിറ്റി പ്രൊട്ടക്ഷനും കൊടുത്തിട്ടില്ല, ഡയോഡൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇൻപുട്ട് പൊളാരിറ്റി മാറാതെ ശ്രദ്ധിക്കണം. പിന്നെ ആ 1 മെഗാ ഓം റെസിസ്റ്റർ ഉണ്ട്, അതൊരു ചെറിയൊരു ഫീഡ്ബാക്ക് പോലെയാണ് വരുന്നത്. റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫീഡ്ബാക്ക് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ അതൊന്നും പോരാ, അത്രയ്ക്കൊന്നും വോൾട്ടേജ് 1 മെഗാ ഒന്നും പോരാ. അതിന് ഒരു ഓപ്പ് ആമ്പ് തന്നെ വേണ്ടി വരും. ഓപ്പറേഷൻ ആംപ്ലിഫയർ കൊടുത്ത് ഹൈ വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ ഇത് റെഗുലേറ്റ് ആവൂ. കാരണം റെഗുലേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതൊരു റെഗുലേഷനായിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമുക്ക് വോൾട്ടേജ് വേരി ചെയ്യാന്നേ ഉള്ളൂ, പക്ഷേ റെഗുലേറ്റഡ് അല്ല. എന്താണ് വോൾട്ടേജ് വേരി ചെയ്യുന്നത് റെഗുലേറ്റഡ് തമ്മിൽ? റെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 100K റെസിസ്റ്റൻസ്, പക്ഷേ വേരിയബിൾ കണ്ട ലീനിയർ കൺട്രോൾ, അത് കൺട്രോൾ ചെയ്യുന്ന വെച്ചിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നത്. കാരണം നെഗറ്റീവിലോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ള ആ കൺട്രോൾ വെച്ചിട്ടാണ് ഇതിനെ വേരി ചെയ്ത്, അതായത് ആ വോൾട്ടേജ് വെച്ചിട്ടാണ്, ആ ഗേറ്റ് വോൾട്ടേജ് വേരി ചെയ്യുന്ന അനുസരിച്ചാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നത്. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിതിൻ്റെ ലോഡ് ടെസ്റ്റിംഗ് ആണ്. ലോഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർഫെക്റ്റ് ആണോ അല്ലയോ, റെഗുലേറ്റഡ് ആണോ അല്ലയോ എന്നുള്ള ടെസ്റ്റിംഗ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 12 വോൾട്ടേജ് ആയിട്ട് ഫിക്സ് ചെയ്യും. അതിനുശേഷം ഇൻപുട്ടിന് 5 ആംപിയർ ഡെലിവറി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ലോഡ് മാക്സിമം 1.8 ആംപിയറെ എടുക്കുകയുള്ളൂ. അപ്പം എല്ലാം കൊണ്ടും ഇൻപുട്ട് സേഫാണ്. ഇനി നമുക്ക് ലോഡ് കൊടുത്തതിന് ശേഷം ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 12 വോൾട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോഡ് കൊടുക്കുമ്പോഴും ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ആവുന്ന ശ്രദ്ധിച്ചാൽ 7 വോൾട്ടേജ് ആയിട്ടാണ് കുറഞ്ഞത്. അതായത് ഇൻപുട്ടിൽ ഇനഫ് പവർ ഉണ്ട്, പക്ഷേ എന്നിട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് കുറഞ്ഞു. ഇതിനെയാണ് നോൺ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞത്. അതായത് ലോഡ് വലിക്കുന്ന അത്ര കറണ്ടോ വോൾട്ടേജോ സപ്ലൈ ചെയ്യാൻ പവർ സപ്ലൈക്ക് പറ്റുന്നില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ഫീഡ്ബാക്ക് യൂസ് ചെയ്താൽ ഇതൊരു റെഗുലേറ്റഡ് പവർ സപ്ലൈ. അതിനെയാണ് നമ്മൾ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര ലോഡ് കൊടുത്താലും റെഗുലേറ്റഡ് ആയിരിക്കും, ഫിക്സ് ചെയ്ത വോൾട്ടേജ് കുറയില്ല. അതുകൊണ്ട് ഇതിനെ നമുക്കൊരു ബെഞ്ച് പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ ഒരിക്കലും ഒരു ബെഞ്ച് പവർ സപ്ലൈയുടെ ഉള്ളിൽ വേരിയബിൾ പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യരുത്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാൻ മടിക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.